കുട്ടികളെ നിങ്ങളുടെ വിലപ്പെട്ടുള്ള വസ്തുക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് കുടുംബശ്രീ നേരിട്ട് നടത്തുന്ന ദേശീയ സരസ് മേളയുടെ ടോക്കൺ കൗണ്ടറുകൾ കൈകാര്യം ചെയ്യുന്നത്. ഈ ടീമിന് കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷന്റെ പേരിലും കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ പേരിലും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിൽ നിന്നായി സ്ത്രീ ശാക്തീകരണം, സാമ്പത്തിക ശാക്തീകരണം, സാമൂഹിക ശാക്തീകരണം എന്നീ ലക്ഷ്യമായി ആരംഭിച്ച കുടുംബശ്രീ ഏറെ അഭിമാനിക്കാവുന്ന തരത്തിൽ ഇന്ന് കഫേ കുടുംബശ്രീ വലിയ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. ദേശീയ തലത്തിൽ ഉപജീവനത്തിന് കരുത്തു പകർന്നുകൊണ്ട് കുടുംബശ്രീയുടെ ഈ മാതൃക എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുകയായി. ഇന്ത്യൻ ഗ്രാമീണ രുചിവൈവിധ്യങ്ങളെ ഒരു കുടക്കീഴിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച കഫേ കുടുംബശ്രീ ഇന്ത്യ ഫുഡ് കോർട്ട് കുടുംബശ്രീയുടെ ഏറ്റവും മികച്ച ചുവടുവയ്പ്പുകളിലൊന്നായി. രാജ്യത്തൊട്ടാകെ ഈ മാതൃകാപരമായ മുന്നേറ്റം ജനഹൃദയങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ ഇന്ന് കഫേ കുടുംബശ്രീ ഇന്ത്യ ഫുഡ് കോർട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കേരളത്തിൽ നടക്കുന്ന 11ാമത് ദേശീയ സരസ് മേള ഇന്ത്യ ഫുഡ് കോർട്ട് 13 സംസ്ഥാനങ്ങളിൽ സരസ്മേളയെ വന്നിരിക്കും. ഞങ്ങളുടെ അന്താരാഷ്ട്ര സ്റ്റേഡിയം അത് യാഥാർത്ഥ്യമാകും. 60% നിർമ്മാണം പൂർത്തിയും സാങ്കേതിക കാരണങ്ങളാൽ ഇടയ്ക്ക് നിർത്തിവെച്ചിരുന്നു. 36 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. 5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം ആരംഭിക്കുന്നു. അന്താരാഷ്ട്ര സ്റ്റേഡിയം 1 വർഷത്തിനുള്ളിൽ ജനങ്ങൾക്ക് നൽകും എന്ന കാര്യം ഉറപ്പുണ്ടെന്നാണ് എന്റെ വിശ്വാസം.